അധികാരമുള്ളവർക്ക് വേണ്ടി നിയമം എത്ര നിസ്സാരമായി വഴിമാറുന്നുവെന്ന ഭീകര സത്യം തന്നെയാണ് എപ്സ്റ്റൈൻ ഫയൽസിലുള്ള രേഖകളുടെ ഉള്ളടക്കം. ചെറിയ കുഞ്ഞുങ്ങളെ പോലും ലൈംഗിക വസ്തുക്കളായി കണ്ട ഒരു അസഭ്യ വ്യവസ്ഥ വർഷങ്ങളോളം നിലനിന്നു എന്നത് തന്നെ അങ്ങേയറ്റം ഭീകരമാണ്. അതിപ്പോഴും തുടരുന്നുവോ ഇല്ലയോ എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ സംബന്ധിച്ച പരാമർശങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ വിവാദമാണ്. അതിലുപരി ശ്രദ്ധിക്കപ്പെടുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് രാജ്യതലവനെ കുറിച്ച് ഇത്തരത്തിലുള്ള രേഖകളിൽ പരാമർശങ്ങൾ ഉയരുമ്പോൾ സർക്കാർ മൗനം പാലിക്കുന്നു. കുറ്റകൃത്യങ്ങൾ നടന്നുവെന്ന് പറയപ്പെടുന്ന സാഹചര്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടത് ഇരകളോട് നീതി പുലർത്താനാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ഇവരെ പോലെയുള്ള അധികാരികളുടെ പ്രതിച്ഛായ സംരക്ഷിക്കപ്പെടുന്നു എന്നതാണ്. എപ്സ്റ്റൈൻ ഫയലിലെ ദൃശ്യങ്ങൾ കണ്ട് ഭയത്തോടെ ജനങ്ങൾ ചോദിക്കുന്നു, ആരൊക്കെയാണ് ഇവയെ മറച്ചുവെച്ചത്? ആരൊക്കെയാണ് അന്വേഷണം മുടക്കിയത്? ആരൊക്കെയാണ് മൗനം പാലിച്ച് കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നത്? ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ആരോപണങ്ങൾ മാത്രം എന്ന് പറഞ്ഞ് കൈ കഴുകുന്നത് ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അധികാരത്തിന്റെ തൊപ്പി ധരിച്ച അസഭ്യതയ്ക്ക് മുന്നിൽ നിയമം മുട്ടുകുത്തുന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അപമാനമാണ്. ഫയലുകളിൽ പരാമർശിക്കപ്പെടുന്ന രാഷ്ട്രീയ ബന്ധങ്ങൾ, അന്താരാഷ്ട്ര സ്വാധീനങ്ങൾ, കോർപ്പറേറ്റ് ഭരണ കൂട്ടുകെട്ടുകൾ ഇവയെല്ലാം അസഭ്യതകളെ സംരക്ഷിക്കുന്നു. ഈ ഫയലുകളിൽ ഉയർന്നു വരുന്ന ഉന്നത ബന്ധങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു: കുറ്റകൃത്യങ്ങൾ ഒറ്റയ്ക്ക് നടന്നില്ല, അവയ്ക്ക് സംരക്ഷകരുണ്ടായിരുന്നു. രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക ശക്തിയും ചേർന്ന് അങ്ങേയറ്റം മോശപ്പെട്ട ഒരു നെറ്റ്വർക്ക് തന്നെ സൃഷ്ടിച്ചു. അവിടെ നീതി പ്രവേശിക്കാൻ പോലും അനുവദിച്ചില്ല. ന്യൂസ് ഡെസ്ക് ZEDCO ന്യൂസ്.